ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീ PSC വേഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗങ്ങളും രോഗകാരികളും എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് പഠിച്ചു വരികയായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ മൂന്നാം ഭാഗം കേട്ടോ, രോഗങ്ങളും രോഗകാരികളും മൂന്നാമത്തെ ക്ലാസ്സാണേ. അപ്പോൾ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് പഠിക്കുക. ഓക്കെ, തുടങ്ങാടാ നമുക്ക് ക്ലാസ്. വൈകിക്കേണ്ട, നമുക്ക് തുടങ്ങിയേക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാൻ ഇടയുള്ള രോഗം ഏതാണ്? പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാൻ ഇടയുള്ള രോഗം നമുക്ക് ഓപ്ഷൻ പറയാം. ഡെങ്കിപ്പനി, എലിപ്പനി, ചിക്കുൻ ഗുനിയ, കോളറ. ഏതാ കിട്ടുന്നുണ്ടോ? പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാൻ ഇടയുള്ള രോഗം ഇതിനകത്ത് ഏതാ നിങ്ങൾക്ക് കിട്ടിയോ? എലിപ്പനിയാണല്ലേ, എലിപ്പനിയാണ്. അതായത് ലെപ്റ്റോസ്പൈറ ജീനസിൽപ്പെട്ട ഒരിനം സ്പൈറോകീറ്റ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ജന്തുജന്യ രോഗമാണ് എലിപ്പനി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം മനുഷ്യരെയും ബാധിക്കും, ഇത് മൃഗങ്ങളെയും ബാധിക്കും. ഇതൊരു ബാക്ടീരിയൽ ഡിസീസാണ്. എലിപ്പനി പരത്തുന്ന ആരാണ്? ബാക്ടീരിയ ആണ്. ആ ബാക്ടീരിയയുടെ പേര് എല്ലാവർക്കും അറിയാലോ, ലെപ്റ്റോസ്പൈറ അല്ലേ. ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ് ഇത് പരത്തുന്നത്. ഓക്കെ, പ്രധാന രോഗവാഹകരാരൊക്കെയാണ്? എലി, അതുപോലെ കന്നുകാലികൾ, നായ, പന്നി, കുറുക്കൻ, അതുപോലെയുള്ള ചിലയിനം പക്ഷികളൊക്കെയാണ് ഇതിൻ്റെ രോഗവാഹകർ എന്ന് പറയുന്നത്. രോഗവാഹകർ, ഇവിടെ രോഗവാഹകർ നമുക്കറിയാം അല്ലേ, ആരാണ്? എലിയാണ്. എലിപ്പനിയാണ് അല്ലേ. അപ്പോൾ പ്രധാന രോഗവാഹകർ എലി, കന്നുകാലി, നായ, പന്നി, കുറുക്കൻ, ചിലയിനം പക്ഷികളൊക്കെയാണ്. അപ്പോൾ ഓർക്കുക, പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാൻ ഇടയുള്ള രോഗമാണ് എലിപ്പനി എന്ന് പറയുന്നത്. 7 ഡേ ഫീവർ എന്നൊക്കെ അറിയപ്പെടുന്നത്. 7 ദിവസം പനിക്കുമെന്നാണ് പറയുന്നത്, മനസ്സിലായോ? 7 ഡേ ഫീവർ എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ്. അപ്പോൾ ലെപ്റ്റോസ്പൈറ എന്ന വർഗത്തിൽപ്പെട്ട ഒരിനം ബാക്ടീരിയയാണ് ഇത് പരത്തുന്നതെന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ടി ലിംഫോസൈറ്റുകളുടെ പ്രവർത്തനം ഏതൊക്കെയാണ്? ടി ലിംഫോസൈറ്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ ലിംഫോസൈറ്റുകൾ 2 തരത്തിലുണ്ട്, ടി ലിംഫോസൈറ്റും ബി ലിംഫോസൈറ്റും. അതിൻ്റെ ഫങ്ഷൻസും പഠിച്ചതാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നു ടി ലിംഫോസൈറ്റുകളുടെ പ്രവർത്തനം ഏതാണെന്ന്. മറ്റു പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു, വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു, ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു. ഏതാണ് അതിനകത്ത് ആൻസർ? ഇതിനകത്ത് ടി ലിംഫോസൈറ്റുകൾ ചെയ്യുന്നത് എന്താണ്? 3 ആൻസറായിട്ട് വരും. അതായത് മറ്റ് പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുക, വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുക, ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ടി ലിംഫോസൈറ്റ് ആണ് അല്ലേ. നമുക്കറിയാം അസ്ഥിമജ്ജയിൽ നിർമ്മിക്കപ്പെടുന്ന ഒരുതരം രോഗപ്രതിരോധ കോശങ്ങളാണ് ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. അസ്ഥിമജ്ജയിൽ നിർമ്മിക്കപ്പെടുന്ന ഒരുതരം രോഗപ്രതിരോധ കോശങ്ങളാണ് ലിംഫോസൈറ്റുകൾ. ഇത് കാണപ്പെടുന്നത് രക്തത്തിലും ലിംഫ് ടിഷ്യൂലുമാണ്. ലിംഫ് ദ്രവത്തിലും രക്തത്തിലുമാണ് ഇത് കാണപ്പെടുന്നത്. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ലിംഫോസൈറ്റുകളുണ്ട്, ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും അല്ലേ. ബി ലിംഫോസൈറ്റുകൾ നമുക്കറിയാം അസ്ഥിമജ്ജയിൽ രൂപപ്പെടുന്നു അല്ലേ. ബി ബോൺ മാരോ അല്ലേ, ബി ഫോർ ബോൺ മാരോ. അപ്പോൾ ബി ലിംഫോസൈറ്റുകൾ ആൻറ്റിബോഡികളെ ഉണ്ടാക്കുന്നുവെങ്കിൽ ടി ലിംഫോസൈറ്റുകൾ എന്താ ചെയ്യുന്നത്? ട്യൂമർ കോശങ്ങളെ കൊല്ലുന്നു, രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. മനസ്സിലായോടാ? ടി ലിംഫോസൈറ്റുകൾ എന്താ ചെയ്യുന്നത്? ട്യൂമർ, അതായത് ക്യാൻസർ കോശങ്ങളെ കൊല്ലുന്നു, രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഓക്കെ അല്ലേ. ഈ ടി ലിംഫോസൈറ്റുകൾ എവിടെയാണ് നിർമ്മിക്കപ്പെടുന്നത്? അസ്ഥിമജ്ജയിൽ നിർമ്മിച്ചിട്ട് ഇത് സാവധാനം എങ്ങോട്ടേക്ക് പോകും? തൈമസ് ഗ്രന്ഥിയിലേക്ക് പോയി അവിടെ വെച്ചാണ് ഇത് പാകമാകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ 2 ലിംഫോസൈറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ലിംഫ് വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗം ഏതാണ്? ലിംഫ് വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗം മന്ത്, നിപ്പ, കൊറോണ, റാബീസ്. ഇതിനകത്ത് ഏതാണ് ലിംഫ് വ്യവസ്ഥയെ ബാധിക്കുന്നത്? മന്ത് രോഗമാണ് അല്ലേ. മന്താണ്. മന്ത് ബാധിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലിംഫ് വ്യവസ്ഥയാണ്. ഓക്കെ, നമുക്കറിയാം ഈ കൊതുകുകളിലൂടെയാണ് നമുക്ക് മന്ത് വരുന്നത് അല്ലേ. മന്ത് പരത്തുന്ന കൊതുകുകളാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ രോഗകാരി എന്ന് പറയുന്നത് ഫൈലേറിയൽ വിരകളാണ് അല്ലേ. ഫൈലേറിയൽ, ഒരുതരം വിരയുണ്ട്, ഫൈലേറിയൽ വിര എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഫൈലേറിയൽ വിരകൾ മൂലമുണ്ടാകുന്ന പരാന്നഭോജി രോഗമാണ് ഫൈലേറിയാസിസ് അഥവാ മന്ത് എന്ന് പറയുന്നത്. അതായത് രോഗം ബാധിച്ച കൊതുകുകളുടെ കടിയിലൂടെയാണ് ഇത് മനുഷ്യരിലേക്ക് പകരുന്നത്. മനസ്സിലായോടാ? മന്ത് പകരുന്നത് അതായത് രോഗം ബാധിച്ചിട്ടുള്ള കൊതുകുകളുണ്ടല്ലോ, അത് നമ്മളെ കടിക്കും. അതിൽ നിന്നാണ് നമുക്ക് മന്ത് പകരുന്നത്. ഓക്കെ, ആഫ്രിക്ക, ഏഷ്യ, പടിഞ്ഞാറൻ പസഫിക്, മധ്യ ദക്ഷിണ അമേരിക്ക എന്നിവയുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഈ രോഗം പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഓക്കെ, എവിടെയൊക്കെയാണ്? ആഫ്രിക്ക, ഏഷ്യ, പടിഞ്ഞാറൻ പസഫിക്,
മധ്യ ദക്ഷിണ അമേരിക്ക എന്നിവയുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് മന്ദരോഗം പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഓക്കെ, ഈ രോഗത്തിന് കാരണമാകുന്നത് ഫൈലേറിയൽ വിരകളാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ രോഗത്തിന് കാരണമാകുന്ന 3 പ്രധാന ഇനം ഫൈലേറിയൽ വിരകളുണ്ട്. അതൊന്ന് നോക്കി വെച്ചേക്കണം. ഏതാണെന്നറിയാമോ? ഉച്ചിറ്റേയ ബാൻക്രോഫ്റ്റി, ഉചെറ്റിയ ബാൻക്രോഫ്റ്റി, ബ്രൂഗ്രിയ മലായി, ബ്രൂജിയ ടിമോറി. നല്ല പേരുകളാണ് അല്ലേ, ഓർത്തിരിക്കാൻ പറ്റില്ല നല്ലോണം. അതായത് ഇച്ചിരി പാടാണ്, ഓർത്ത് വെച്ചേക്കുക. മന്ദരോഗത്തിന് കാരണമാകുന്ന 3 പ്രധാന ഇനം ഫൈലേറിയൽ വിരകളാണ് ഉചേറ്റിയ ബാൻക്രോഫ്റ്റി, ബ്രൂഗിയ മലായി. കിട്ടിയോ? ഉചേറ്റിയ ബാൻക്രോഫ്റ്റി, ബ്രൂഗ്രിയ മലായി, ബ്രൂജിയ ടിമോറി. ഓക്കെ, ഇതിൽ ഏറ്റവും സാധാരണമായിട്ടുള്ള ഇനം ഉചേറ്റിയ ബാൻക്രോഫ്റ്റി ആണ് കേട്ടോ. ഉചേറ്റിയ ബാൻക്രോഫ്റ്റി ആണ് ഇതിനകത്ത് സാധാരണമായിട്ട് കാണുന്നത്. മിക്ക കേസുകളിലും ഇത് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഫൈലേറിയൽ വിരകൾ മൂലമുണ്ടാകുന്ന ഒരു പരാന്നഭോജി രോഗമാണ് ഫൈലേറിയാസിസ്. മന്തിൻ്റെ ഇംഗ്ലീഷാണ് ഫൈലേറിയാസിസ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് മനുഷ്യരിലേക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ രോഗം ബാധിച്ച കൊതുകുകൾ നമ്മളെ കടിക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ 3 പ്രധാനപ്പെട്ട ഇനം ഫൈലേറിയൽ വിരകളുണ്ട്. ഉചേറ്റിയ ബാൻക്രോഫ്റ്റി, ബ്രൂഗ്രിയ മലായി, ബ്രൂജിയ ടിമോറി. ഇതിൽ ഏറ്റവും സാധാരണ ഇനം എന്ന് പറയുന്നത് ഉചേറ്റിയ ബാൻക്രോഫ്റ്റി ആണ്. ഓക്കെ അല്ലേടാ, കിട്ടിയോ? അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് പറയാമോ? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണോ, എഡ്വേർഡ് ജെന്നർ ആണോ, HG റാനെ ആണോ, വില്യം ഹാർവി ആണോ? ഇതിനകത്ത് ആരാണ് പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത്? അത് എഡ്വേർഡ് ജെന്നർ ആണ് അല്ലേ. എഡ്വേർഡ് ജെന്നർ ആണ്. ലോകത്തെ ആദ്യത്തെ വാക്സിൻ എന്നറിയപ്പെടുന്ന വാക്സിൻ ഏതാ? ലോകത്തെ ആദ്യത്തെ വാക്സിൻ ഏതാണ്? വസൂരി വാക്സിൻ ആണ്. ഇത് കണ്ടുപിടിച്ചത് ആരാണടാ? എഡ്വേർഡ് ജെന്നർ ആണ് അല്ലേ. അപ്പോൾ ലോകത്തെ ആദ്യത്തെ വാക്സിൻ എന്നറിയപ്പെടുന്ന വസൂരി വാക്സിൻ കണ്ടുപിടിച്ചതിൻ്റെ പേരിൽ ലോക പ്രശസ്തനായ ബ്രിട്ടീഷ് വിശ്വഗുരൻ അതുപോലെ ശാസ്ത്രജ്ഞനുമാണ് എഡ്വേർഡ് ജെന്നർ. ഓക്കെ, രോഗപ്രതിരോധ ശാസ്ത്രത്തിന് പിതാവ് എന്നറിയപ്പെടുന്നപ്പോൾ ആരാണ്? ഇമ്മ്യൂണോളജിയുടെ പിതാവ് ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവാണ് അദ്ദേഹം. ക്ഷയരോഗത്തിനെതിരായുള്ള പ്രതിരോധ കുത്തിവയ്പ്പിന് ഉപയോഗിക്കുന്ന വാക്സിനാണ് ഏതെന്ന് പറയുന്നത്? ക്ഷയരോഗത്തിനെതിരായ പ്രതിരോധ കുത്തിവയ്പ്പ് ഏതാണ്? BCG അല്ലേ. കുട്ടികൾ ജനിച്ച ഉടനെയാണ് BCG എടുക്കുന്നത്. ചോദിക്കാറുണ്ട് BCG എടുക്കുന്ന ഒരു സമയം എപ്പോഴാണ്? ജനിച്ച ഉടനെ കൊടുക്കുന്നതാണ് BCG അല്ലേ. അപ്പോൾ ക്ഷയരോഗത്തിനെതിരായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് BCG എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ. അപ്പോൾ പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചതും രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ലോകത്തെ ആദ്യത്തെ വാക്സിനായ വസൂരി വാക്സിൻ കണ്ടുപിടിച്ചതും ഒക്കെ ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്ത് രോഗം തിരിച്ചറിയുക. കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, അത് നോക്കിയിട്ട് അത് ഏത് രോഗത്തെ പറ്റിയാണ് പറയുന്നതെന്ന് പറയണം. ഓക്കെ, ഒന്നാമത്തെ പ്രസ്താവന, ശരീരത്തിലെ ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയുന്നു, രോഗപ്രതിരോധ ശേഷി കുറയുന്നു. അസുഖം കിട്ടിയ ഏതാന്ന്? ഈ 2 പ്രസ്താവനയാണ് തന്നിരിക്കുന്നത്. ശരീരത്തിലെ ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയുന്നു, രോഗപ്രതിരോധ ശേഷി കുറയുന്നു. ഏതായിരിക്കും? അത് എയ്ഡ്സ് ആണല്ലേ. നിങ്ങൾക്ക് ഓപ്ഷൻ ഒന്നും വേണ്ടല്ലോ, എയ്ഡ്സ് ആണ്. കാരണം എയ്ഡ്സ് രോഗം പ്രധാനമായിട്ടും ബാധിക്കുന്നത് ലിംഫോസൈറ്റുകളെയാണ്, അല്ലെങ്കിൽ രോഗപ്രതിരോധ വ്യവസ്ഥയാണ് അത് ബാധിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു മന്ത് എന്ന് പറയുന്നത് ലിംഫ് ഗ്രന്ഥികളെ ബാധിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഫൈലേറിയൽ വിരകളാണ് പരത്തുന്നതെന്നും നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ മന്ത് എന്താ പറ്റുന്നത്? ലിംഫ് ഗ്രന്ഥികളിൽ എന്തുണ്ടാകുമ്പോഴാണ്? ലിംഫ് പ്രവാഹം തടസ്സപ്പെടുമ്പോഴാണ് നമുക്ക് മന്ത് എന്നൊരു അസുഖം ഉണ്ടാകുന്നത്. മനസ്സിലായോടാ? ലിംഫ് ഗ്രന്ഥികളിൽ ലിംഫ് പ്രവാഹം തടസ്സപ്പെടും. ഓക്കെ, ഇനി സിക്കിൾ സെൽ അനീമിയ കേട്ടിട്ടുണ്ടോ? സിക്കിൾ സെൽ അനീമിയ എന്താ? സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ ഉണ്ടല്ലോ, നമ്മുടെ രക്തത്തിന് നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഈ ഹീമോഗ്ലോബിൻ ഘടനയിലെ വൈകല്യം മൂലം ഓക്സിജന്റെ സംവഹന ശേഷി കുറയുന്നു. ഹീമോഗ്ലോബിന്റെ ഘടനയിലെ വൈകല്യം മൂലം ഓക്സിജൻ സംവഹന ശേഷി കുറയുന്ന ഒരവസ്ഥയാണ് എന്ത്? സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിപ്പ അതുപോലെ ചിക്കൻ ഗുനിയ, ഹെപ്പറ്റൈറ്റിസ് എന്നീ രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ആരാണ്? ഏത് സൂക്ഷ്മാണുവാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, അത് വൈറസ് ആണ്. നിപ്പയാണെങ്കിലും ചിക്കൻ ഗുനിയ ആണെങ്കിലും ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിലും ഒക്കെ വൈറസ് രോഗങ്ങളാണ് അല്ലേ. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, മന്ത് എന്ന് പറയുന്നത് ലിംഫഗ്രന്ഥികളിൽ ലിംഫപ്രവാഹം തടസ്സപ്പെടുന്നതാണ്. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിൻ ഘടനയിലെ വൈകല്യം മൂലം ഓക്സിജന്റെ സംവഹന ശേഷി കുറയുന്നതാണ് എന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം? കിട്ടിയ ആൻസർ ഏതാണെടാ?
ത്വക്കാണ് അല്ലേ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്ക്. ത്വക്ക് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാലോ? മനുഷ്യ ശരീരത്തിലെ താപനില സ്ഥിരമായിട്ട് നിലനിർത്തുന്ന അവയവമാണ് അല്ലേ. മനുഷ്യ ശരീരത്തിലെ താപനില സ്ഥിരമായി നിലനിർത്തുന്ന അവയവമാണ് ത്വക്ക് എന്ന് പറയുന്നത്. ഇനി ഈ ത്വക്കിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്ന സംവേദങ്ങൾ ഏതൊക്കെയാണ്? ത്വക്കിലൂടെ തിരിച്ചറിയാൻ പറ്റുന്ന സംവേദങ്ങൾ സ്പർശം, മർദ്ദം, ചൂട്, തണുപ്പ്, വേദന അല്ലേ. ഇതൊക്കെ നമുക്ക് ത്വക്കിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്ന സംവേദങ്ങളാണ്. എന്തൊക്കെയാണ്? സ്പർശം, മർദ്ദം, ചൂട്, തണുപ്പ്, വേദന. കിട്ടിയോ? ത്വക്കിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്ന സംവേദങ്ങളാണ് സ്പർശം, മർദ്ദം, ചൂട്, തണുപ്പ്, വേദന. ഈ ത്വക്കിലെ കട്ടി കുറഞ്ഞൊരു പാളിയുണ്ട്. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നതെന്ന് അറിയാമോ? ത്വക്കിലെ ഏറ്റവും കട്ടി കുറഞ്ഞ പാളി ഏതാണ്? അതിനാണ് നമ്മൾ അതിചർമ്മം എന്ന് പറയുന്നത്. ത്വക്കിലെ കട്ടി കുറഞ്ഞ പാളിക്ക് പറയുന്ന പേരെന്താണ്? അതിചർമ്മം. ഓക്കെ. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് സ്കിൻ അല്ലെങ്കിൽ ത്വക്കാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില എത്രയാണ്? മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില എത്രയാടാ? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് അല്ലേ. 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില നമ്മൾ സെൽഷ്യസിൽ പറയുമ്പോൾ എങ്ങനെ പറയും? 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 36.9 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയും. 37 ഡിഗ്രി സെൽഷ്യസ് എന്നോ അല്ലെങ്കിൽ 36.9 ഡിഗ്രി സെൽഷ്യസ് എന്നോ പറയാം. അത് ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാവും? അത് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ചോദിക്കാറുണ്ട് PSC കേട്ടോ. അങ്ങനെയാണെങ്കിൽ കെൽവിൻ യൂണിറ്റിൽ പറയുമ്പോൾ അത് എത്രയായിരിക്കും സാധാരണ ശാരീരിക താപനില? കെൽവിൻ യൂണിറ്റിലാണെങ്കിൽ പറയുന്നതെങ്കിൽ എത്രയാണ്? 310 കെൽവിൻ ആണ്. കെൽവിൻ യൂണിറ്റിൽ പറയുമ്പോൾ അത് 310 കെൽവിൻ ആണെന്ന് ഓർക്കുക. അപ്പോൾ ഫാരൻഹീറ്റിലാണെങ്കിൽ 98.6, ഇനി സെൽഷ്യസിലാണെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ്, ഇനി കെൽവിൻ യൂണിറ്റിലാണെങ്കിൽ 310 കെൽവിൻ ആണ്. ഓക്കെ, കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഏത് സൂക്ഷ്മജീവിയാണ് അറ്റ്ലസ് ഫുട്ട് എന്ന രോഗം ഉണ്ടാക്കുന്നത്? ഏത് സൂക്ഷ്മജീവിയാടാ അറ്റ്ലസ് ഫുട്ട് ഉണ്ടാക്കുന്നത്? കിട്ടിയോ? ഫംഗസ് ആണല്ലേ. ഫംഗസ് മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് അറ്റ്ലസ് ഫുട്ട് എന്ന് പറയുന്നത്. എന്താണ് ഈ അസുഖം എന്നറിയാമോ? നമ്മുടെ കാലിൻ്റെ വിരലുകളില്ലേ, ഈ കാൽ വിരലുകൾക്കിടയിലും പാദങ്ങളിലും ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. ഫംഗസ് ആണ് അത് പരത്തുന്നത്. മനസ്സിലായോ? കാൽ വിരലുകൾക്കിടയിലും പാദങ്ങളിലും ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അറ്റ്ലസ് ഫുട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഈ സാധാരണയായിട്ട് കാൽ വിരലുകൾക്കിടയിൽ ആരംഭിക്കുന്ന ഫംഗൽ അണുബാധയാണ്. സാധാരണയായിട്ട് ഇത് അണുബാധ കണ്ടുവരുന്നത് കാലിൻ്റെ വിരലുകൾക്കിടയിലാണ്. ഓക്കെ. ഇറുകിയ ഷൂസിനുള്ളിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ കാലുകൾ വളരെയധികം വിയർക്കുന്നു. അങ്ങനെയുള്ളവരിലാണ് ഇത് കൂടുതലും സംഭവിക്കുന്നത്. ഇത് ഈ ഷൂസൊക്കെ ഇട്ട് വലിയ മൾട്ടിനാഷണൽ കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ എപ്പോഴും ഷൂസ് വേണം അവർക്കല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഇറുകിയ ഷൂസൊക്കെ എപ്പോഴും ഇടുമ്പോഴത്തേനും കാലുകൾ എന്ത് ചെയ്യും? വിയർക്കും അല്ലേ, ധാരാളം വിയർക്കും. അപ്പോൾ അങ്ങനെ ഉള്ളവരിലാണ് ഇത് കൂടുതലായിട്ട് ഈ അറ്റ്ലസ് ഫുട്ട് കണ്ടുവരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഫംഗസ് മൂലം ഉണ്ടാകുന്ന വേറെ അസുഖങ്ങളാണ് ചുണങ്ങ്, അതുപോലെ വട്ടച്ചൊറി ഒക്കെ നിങ്ങൾക്ക് അറിയാം. പുഴുക്കടി, ആണിരോഗമൊക്കെ ഫംഗസ് മൂലം ഉണ്ടാകുന്നതാണ്. ചുണങ്ങ്, ആണിരോഗം, വട്ടച്ചൊറി, പുഴുക്കടിയൊക്കെ ഫംഗൽ രോഗങ്ങളാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ അറ്റ്ലസ് ഫുട്ട് എന്ന രോഗത്തിന് കാരണം ഏത് സൂക്ഷ്മജീവിയാണെന്ന് ചോദിച്ചാൽ പറയണം, അത് ഫംഗസ് ആണ്. ഓക്കെ അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യന്, തന്നിരിക്കുന്ന കാരണങ്ങളിൽ HIV അണുബാധ പകരുന്നത് എങ്ങനെയൊക്കെ? തന്നിരിക്കുന്ന കാരണങ്ങളിൽ HIV അണുബാധ എങ്ങനെയാണ് പകരുന്നതെന്ന് കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, ഞാനത് പറയാം. ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്: HIV ബാധിച്ച രക്തത്തിൻ്റെയും അവയവങ്ങളുടെയും സ്വീകരണത്തിലൂടെ HIV പകരുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. HIV ബാധിച്ച രക്തം അല്ലെങ്കിൽ അവയവം സ്വീകരിക്കുകയാണെങ്കിൽ HIV പകരുമോ? പകരും അല്ലേ, തീർച്ചയായിട്ടും പകരും. തീർച്ചയായിട്ടും അത് പകരും അല്ലേ. അടുത്തത്, HIV ഘടകങ്ങളാൽ മലിനമായ സൂചിയും സിറിഞ്ചും പങ്കിടുന്നതിലൂടെ, സൂചിയും സിറിഞ്ചും പങ്കിട്ടാലും എന്ത് പറ്റും? അതും എയ്ഡ്സിലേക്ക് നയിക്കും. അതുപോലെ HIV ബാധിതയായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് അത് തീർച്ചയായിട്ടും പടരും. HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധം അതും കറക്റ്റായിട്ടും പടരും അല്ലേ. അപ്പോൾ ഈ 4 പ്രസ്താവനകളും നമ്മൾ പഠിച്ചു വെച്ചേക്കണം. കാരണം എന്താണ്? HIV അണുബാധ പകരുന്ന കാരണങ്ങളാണിത്. അല്ലാണ്ട് ഒന്ന് തൊട്ടെന്ന് വെച്ചോ അല്ലെങ്കിൽ കൂടെ ഇരുന്നെന്ന് വെച്ചോ HIV പകരില്ല. അത് പകരാനുള്ള സാഹചര്യങ്ങളാണ് ഈ പറഞ്ഞത്. എന്തൊക്കെയാണ്? HIV ബാധിച്ച അവരുടെ അടുത്തുനിന്ന് രക്തമോ അല്ലെങ്കിൽ അവയവങ്ങളോ ഒക്കെ സ്വീകരിക്കുകയാണെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് HIV പകരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ HIV ഘടകങ്ങളാൽ മലിനമായുള്ള സൂചിയും സിറിഞ്ചും ഉപയോഗിച്ചാൽ പിന്നെ HIV ബാധിതയായ ഒരു അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരാം. HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധം, ഇത്രയും കാരണങ്ങളാണ് HIV ഒരാളിലേക്ക് പകരാനുള്ള കാരണങ്ങൾ. മനസ്സിലായോടാ? കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ
എയ്ഡ്സിൻ്റെ പൂർണ്ണരൂപം ഒന്ന് പറയാമോ? എന്താണ് എയ്ഡ്സിൻ്റെ പൂർണ്ണരൂപം? അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. കിട്ടുന്നുണ്ടോ? അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഓക്കെ, എയ്ഡ്സ് നമുക്കറിയാം ഒരു വൈറസ് രോഗമാണ് അല്ലേ എയ്ഡ്സ് എന്ന് പറയുന്നത്. ആ വൈറസിൻ്റെ പേരെന്താ? ഏത് വൈറസാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ HIV ആണ് അല്ലേ. HIV വൈറസുകളാണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറയുന്ന HIV വൈറസുകളാണ് ഇതിൻ്റെ രോഗകാരി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ HIV വൈറസ് കണ്ടുപിടിച്ചത് ആരാണ്? HIV കണ്ടുപിടിച്ചത് ആരാണ്? ലൂക്ക് മൊണ്ടേഗ്നർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് അല്ലേ. ലൂക്ക് മൊണ്ടേഗ്നർ ആണ് HIV കണ്ടുപിടിക്കുന്നത്. ഇനി ഈ എയ്ഡ്സ് ബാധ കണ്ടെത്താനുള്ള ഒരു പരിശോധനയുണ്ട്. അത് ഏതൊക്കെയാ? കുറേ ടെസ്റ്റുകളുണ്ട്. എലിസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട്, നേവ ടെസ്റ്റ്, അങ്ങനെ കുറേ ടെസ്റ്റുകളുണ്ട്. അതിൽ എയ്ഡ്സ് ബാധ കണ്ടെത്തുന്നുള്ള പരിശോധനയാണ് എലിസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ഒക്കെ. ഓക്കെ, ഇനി എയ്ഡ്സിനുള്ള ചികിത്സ ഏതാണ്? ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി എന്ന് പറയും. ചുരുക്കി നമുക്ക് ആർട്ട് എന്ന് പറയാം അല്ലേ. എയ്ഡ്സിനുള്ള ചികിത്സ ഏതാണ്? ആർട്ടാണ്. ആർട്ട്. ഓക്കെ, മറന്നുപോലെ എയ്ഡ്സിനുള്ള ചികിത്സ ഏതാടാ? ആർട്ടാണ്. ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി. കിട്ടിയോ? എയ്ഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസ്താവനകളിൽ നിന്ന് രോഗം തിരിച്ചറിയാം. 2 പ്രസ്താവനകൾ ആദ്യം തന്ന പോലെ തന്നെ 3 പ്രസ്താവനകൾ ഇവിടെ തന്നിട്ടുണ്ട്. രോഗം ഏതാണെന്ന് നിങ്ങൾ പറയണം കേട്ടോ. ഒന്നാമത്തെ പ്രസ്താവന, മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തെ ബാധിക്കുന്ന രോഗമാണ്. രണ്ടാമത്തെ പ്രസ്താവന, ചുമ, തുമ്മൽ എന്നിവയിലൂടെയും രോഗബാധിതരിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ടും പകരുന്ന രോഗമാണ്. തൊണ്ടമുൾ എന്നറിയപ്പെടുന്ന രോഗമാണ്. ഈ 2 പ്രസ്താവനയും മനസ്സിലായില്ല എങ്കിലും മൂന്നാമത്തെ പ്രസ്താവന മനസ്സിലായോ? തൊണ്ടമുള്ള്. അത് അസുഖം ഏതാണ്? ഡിഫ്തീരിയ. കണ്ടോ, ഒരു പ്രസ്താവന അറിയില്ലെങ്കിലും നിങ്ങൾ അത് ക്വസ്റ്റ്യൻ എഴുതാതെ അല്ലെങ്കിൽ ആൻസർ ചെയ്യാതെ പോകരുത് ഒരിക്കലും. ആ 3 പ്രസ്താവന ഉണ്ടെങ്കിൽ 3 പ്രസ്താവനയും വായിച്ചു നോക്കണം. നമുക്ക് എവിടെയെങ്കിലും അതിൻ്റെ ഒരു ക്ലൂ കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു ആദ്യത്തെ പ്രസ്താവന, മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തെ ബാധിക്കുന്നു. ചുമ, തുമ്മൽ എന്നിവയിലൂടെയും രോഗബാധിതരിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരും. തൊണ്ടമുള്ള എന്നറിയപ്പെടുന്നു. അപ്പം തന്നെ നമുക്ക് കിട്ടി അല്ലേ. അത് ഡിഫ്തീരിയ എന്ന അസുഖമാണ്. ഡിഫ്തീരിയയുടെ വേറൊരു പേരാണ് തൊണ്ടമുള്ള്. ഓക്കെ അല്ലേ. ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നതാണ് തൊണ്ടമുള്ള് എന്നറിയാം, അല്ലെങ്കിൽ ഡിഫ്തീരിയ എന്നറിയാം. ഏത് ബാക്ടീരിയയാണ് ഡിഫ്തീരിയയ്ക്ക് കാരണം? കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന മാരകമായിട്ടുള്ള രോഗമാണ് ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള്. അപ്പോൾ തൊണ്ടമുള്ളിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഡിഫ്തീരിയ. ഡിഫ്തീരിയയുടെ മലയാളം എന്താണ്? തൊണ്ടമുള്ള്. കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയേ. ഓക്കെ അല്ലേ. മനുഷ്യൻ്റെ തൊണ്ടയിലെയും അതുപോലെ തന്നെ മൂക്കിലെയും ശ്ലേഷ്മ ചർമ്മത്തെ ബാധിക്കുന്ന ഒരു അസുഖം കൂടിയാണ് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ തരുവുള്ളൂ. അപ്പോൾ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ കഴിയണം തൊണ്ടമുള്ളാണ് എന്നുള്ളത്. മനുഷ്യൻ്റെ തൊണ്ടയിലെയും മൂക്കിലെയും ശ്ലേഷ്മ സ്ഥലത്തെ ബാധിക്കുന്ന രോഗമാണ്. വളരെയധികം സാംക്രമശേഷിയുള്ള രോഗമാണ് എങ്കിലും സമയാസമയങ്ങളിലുള്ള പ്രതിരോധ കുത്തിവയ്പ് കൊണ്ട് ഈ രോഗത്തെ തടയാൻ പറ്റും. വളരെ മാരകമാണ്, പെട്ടെന്ന് പടരുന്ന അസുഖമാണ്. എങ്കിൽ പോലും പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഈ അസുഖത്തെ തടയാൻ പറ്റും. രോഗാണുബാധ ഉണ്ടായിട്ട് 2 മുതൽ 5 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങും. രോഗാണുബാധ നമ്മുടെ രോഗിയെ നമ്മൾ അണുബാധ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മുതൽ 5 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങും. അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് പനി, ശരീരവേദന, വിറയൽ, തൊണ്ടയിലെ ലിംഫ് ഗ്രന്ഥികളുടെ വീക്കം, ഉച്ചത്തിലുള്ള പരുഷമായ ശബ്ദത്തോടു കൂടിയ ചുമ, തൊണ്ടവേദന, മൂക്കൊലിപ്പ് മുതലായവയോടൊപ്പം തൊണ്ടയിൽ കാണുന്ന ചെളി നിറത്തിലുള്ള തുകൽ പോലെയുള്ള പാടയാണ് ഈ രോഗത്തിൻ്റെ ഏറ്റവും പ്രകടമായ ലക്ഷണങ്ങൾ. അപ്പോൾ തൊണ്ടമുള്ള അല്ലെങ്കിൽ ഡിഫ്തീരിയയുടെ പ്രകടമായ ലക്ഷണങ്ങളാണ് പനി, ശരീരവേദന, വിറ, തൊണ്ടയിലെ ലിംഫ് ഗ്രന്ഥികളുടെ വീക്കം, ഉച്ചത്തിലുള്ള പരുഷമായ ശബ്ദത്തോടു കൂടിയ ചുമ, തൊണ്ടവേദന, മൂക്കൊലിപ്പ് മുതലായവയോടൊപ്പം തന്നെ തൊണ്ടയിൽ എന്ത് കാണും? തൊണ്ടയിൽ ചെളി നിറത്തിലുള്ള തുകൽ പോലെയുള്ള പാട കാണും. മനസ്സിലായോടാ? ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ ഡിഫ്തീരിയ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്ഷയരോഗബാധ തടയാൻ ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏതാടാ? ക്ഷയരോഗം തടയാനുള്ള പ്രതിരോധ വാക്സിൻ ഏതാണ്? BCG ആണ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതേ ഉള്ളൂ അല്ലേ. BCG ആണ്. ജനിച്ച ഉടനെയാണ് BCG കൊടുക്കുന്നത്, അറിയാമല്ലോ. അപ്പോൾ രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന അസുഖമാണ് ക്ഷയം അല്ലേ. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. ഈ ക്ഷയരോഗത്തിന് പേര് നൽകിയത് ആരാന്നറിയാമോ? ക്ഷയരോഗത്തിന് പേര് നൽകുന്നത് JL ശാലിനാണ്. ക്ഷയരോഗത്തിന് പേര് നൽകിയത് ആരാണ്? JL ശാലിനാണ്. ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? BCG വാക്സിനാണ്. ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്നത് BCG വാക്സിനാണ്. BCG കുത്തിവയ്പ്പ് കുഞ്ഞിന് നൽകേണ്ടത് നമ്മൾ പറഞ്ഞു, കുഞ്ഞ് ജനിച്ച ഉടനെയാണ്. ഓർത്ത് വെച്ചേക്കണം, കുഞ്ഞ് ജനിച്ച ഉടനെയാണ് BCG കുത്തിവയ്പ്പ് നൽകേണ്ടത്. ഓക്കെ, ഇതിന് കുറച്ച് വിശേഷണങ്ങളുണ്ട് ഈ ക്ഷയരോഗത്തിന്. എന്തൊക്കെയാണെന്നറിയാമോ? വൈറ്റ് പ്ലേഗ്,
കോക്ക് ഡിസീസ് എന്നീ പേരുകളുള്ളത് ക്ഷയരോഗത്തിനാണ്. വൈറ്റ് പ്ലേഗ് എന്നും കോക്ക് ഡിസീസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ക്ഷയരോഗമാണ്. ഓർക്കുക കേട്ടോ. ക്ഷയരോഗബാധ തടയാൻ ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിനാണ് BCG എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തോ. വൈറ്റ് പ്ലേഗ്, കോക്ക് ഡിസീസ് എന്നൊക്കെയുള്ള വിശേഷണങ്ങളുണ്ട്. നമ്മൾ രോഗങ്ങളും വിശേഷണങ്ങളും വേറൊരു ക്ലാസ്സിൽ ഞാൻ എടുത്തു തരാവേ. ഓക്കെ, തൽക്കാലം ഞാനിന്ന് വൈൻഡപ്പ് ചെയ്യുവാണേ. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കേടാ, താങ്ക് യു.